ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കണ്ടന്റ് കേട്ട് നിങ്ങൾ പരിഭ്രാന്തരാകരുത്, ഭയപ്പെടരുത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തെയും ഇന്ത്യയും ഭയങ്കരമായിട്ട് കയറി ബാധിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഗ്ലോബൽ ജോബ് ഡേറ്റ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുതൽ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 1 മാസം കഴിയുമ്പോൾ 50 ലക്ഷം പേരുടെ ജോലി പോകും. അത് കഴിഞ്ഞ് ഗ്ലോബൽ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തു 2-3 ദിവസം മുമ്പ് ഏകദേശം 20 ലക്ഷത്തോളം ജോലി പോയി കഴിഞ്ഞു. അപ്പം ഇപ്പോഴത്തെ പുതിയ ഡേറ്റ നോക്കിക്കഴിഞ്ഞപ്പം ഏതാണ്ട് കറക്റ്റായി. ഞാൻ പറഞ്ഞു, വാർ തുടങ്ങിയിട്ട് 1 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റുമായിട്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം പേരുടെ തൊഴിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും വിശ്വാസം വരുന്നില്ല, എങ്ങനെ നഷ്ടമുണ്ടാകും. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിൽ നിന്ന് മാറി അത് ഏകദേശം 60 ലക്ഷത്തിനടുത്തോളം ആൾക്കാർക്ക് ജോലി പോയി. അതായത് കൃത്യമായിട്ട് പറയാം, ഇതിനകത്ത് വീണ്ടും നിങ്ങൾ പരിഭ്രാന്തരാകരുത്. കാര്യം ഞാൻ ഓരോന്നായിട്ട് പറയാം. എങ്ങനെയാണ് ഈ മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് ദുബായ്, അബുദാബി, UAE. ദുബായ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഏറ്റവും സേഫ് സോണാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഏഷ്യയിൽ വരുന്ന സിറ്റിയാണ് ദുബായ്. അവരുടെ ട്രാവൽ ഇല്ലാതായി. എമിറേറ്റ്സ് എയർലൈൻസ്, എറ്റിഹാദും അത് വളരെ കുറച്ചേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ സംഭവം നിർത്തി. മനസ്സിലാക്കുക, ദുബായുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഡ്രോപ്പ് പോലും, എമിറേറ്റ്സിലൊരു ഭാഗമാണ്, അവിടെ ഒരു ഡ്രോപ്പ് പോലും ഓയിലില്ല. അത് പൂർണ്ണമായിട്ടും ടൂറിസം മേഖലയാണ്. രണ്ടാമത് ലോകത്തിലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഹബ്ബാണ് ഈ ദുബായ്. ലോകത്തുള്ള ആൾക്കാർ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ആയിട്ട് ദുബായുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ടൂറിസം സെക്ടറിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസീവായിട്ട് ജോലി പോകും. ഹോട്ടലിൽ പിന്നെ താമസിക്കാൻ ആളില്ല, ടാക്സിയിൽ പോകാൻ ആളില്ല, വിസ സംഭവങ്ങൾ അത് ചെയ്യുക ഇത് ചെയ്യുക അതിനാളില്ല. കാരണം ആളുകൾ പറഞ്ഞു, ടൂറിസ്റ്റുകൾ പറഞ്ഞു ട്രാവൽ ചെയ്യണം. അതായത് ടൂറിസ്റ്റ് സെക്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ടർ എങ്ങോട്ടാണ് പോകുന്നത്? ഫർദർ ഇത് നീണ്ടു നിൽക്കുമ്പോൾ മനസ്സിലാക്കുക, രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റാണ്. കാരണം സേഫ് അല്ല. ഏത് സമയത്തും ഡ്രോൺ വീഴാം, മിസൈൽ വീഴാം, ഹോട്ടലുകൾ താമസിക്കാൻ പറ്റത്തില്ല. പിന്നീട് റിയൽ എസ്റ്റേറ്റ് അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഡൗൺ ചെയ്യും. റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവർ എത്രയോ പേര്, ആയിരക്കണക്കിന് പേര് അത് കയറി എഫക്റ്റ് ചെയ്യും. അതായത് എൻ്റെ പല സുഹൃത്തുക്കളും അറിയാം, ഞാൻ നിങ്ങളെപ്പോലെ മലയാളിയാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, അറിയാവുന്നവരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരും ഫോൺ ചെയ്ത് മെസ്സേജ്, ഞാൻ ഈ പറയുന്ന സംഭവം കൺഫേം ചെയ്തു, അവരുടെ ഒക്കെ ജോലി പോയി. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നവർ, കാരണം ദുബായിലൊന്നും ഉണ്ടാകുന്നതെല്ലാം പുറത്തുനിന്ന് വരണം. അപ്പം അപ്പം A to Z എന്ന സംഭവം ഇമ്പോർട്ട് ചെയ്യണം. ഓരോ സാധനങ്ങളും ഈ ഷിപ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഇതെവിടെ കിടക്കുവാന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. അതങ്ങനെ പോകുന്ന മറ്റൊരു ഭാഗം. ഇത് ഷിപ്മെന്റ് വന്നില്ല എങ്കിൽ പിന്നെ ഈ സാധനങ്ങൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? പിന്നെ എങ്ങനെ കച്ചവടം നടക്കും? ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരുന്നില്ല. ഈ പറയുന്ന ഫുജേറയിൽ കുറച്ച് ഓയിൽ പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുമല്ല, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ്, അതായത് പ്രത്യേകിച്ച് UAE അവർ ഫർട്ടിലൈസറും ശരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെമിക്കൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് സ്ഥലം മേടിക്കുക അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കുക, ഇതൊക്കെ ഒരു റൂട്ടീൻ പ്രോസസ്സിൽ പോകണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് ഇങ്ങനെ നിലനിന്ന് മുന്നോട്ട് പോവുകയുള്ളൂ. അതായത് റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയി, ആൾക്കാർ വരുന്നില്ല, താമസിക്കുന്നില്ല. അങ്ങനെ ഒരു വിനിമയം, അതായത് വീടുകൾ വാങ്ങുന്നില്ല, ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട്, വാടകയ്ക്ക് എടുക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡൗൺ ആയി. ആ മേഖലയിൽ ജോലി എന്ത് ചെയ്യും? അവരിപ്പം 10-15 സ്റ്റാഫാണെങ്കിൽ 1-2 പേരെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ എല്ലാം ടെർമിനേറ്റ് ചെയ്യും. മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. അതായത് ഒരു രാജ്യം നിലനിൽക്കുന്ന ബാങ്കിങ് സെക്ടർ, അതിൻ്റെ അകത്ത് ബാങ്കിങ്ങുമായിട്ട് ഇൻഷുറൻസ് ഉണ്ട്,
ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഡിപ്പോസിറ്റ് ഉണ്ട്, ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം എമിറേറ്റ്സ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എമിറേറ്റ്സ് ABD അങ്ങനെ പല ബാങ്കുകളുണ്ട്. ഈ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞിടത്തോളം ചില ബാങ്കുകൾ 10,000, 20,000, 15,000 പേരൊക്കെ ജോലി ചെയ്യുന്ന ബാങ്കുകളുണ്ട്. അതിനകത്ത് 15, 20 വർഷമൊക്കെ ജോലി ചെയ്ത എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നു, കുട്ടികൾ അവിടെ പഠിക്കുന്നു. ചില ബാങ്കുകളിൽ നിന്ന് 1000, 1200, 2000 പേരെ വരെ കഴിഞ്ഞ 4 or 5 ദിവസം കൊണ്ട് പിരിച്ചുവിട്ടു. മനസ്സിലാക്കുക, അതായത് ഒരു രാജ്യം റിസഷനിലോട്ട് പോകുന്നതിൻ്റെ സൂചനയാണ് ബാങ്കിങ്ങിൽ നിന്നും, അതായത് ബാങ്കുകളിൽ നിന്നും ആൾക്കാരെ പിരിച്ചുവിടുന്നത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ഇത്രമാത്രം ലേ ഓഫ് ചെയ്യുമ്പോൾ അടുത്ത് ഏത് സെക്ടറിലോട്ടാണ് പോകുന്നത്? ഉറപ്പായിട്ടും കൺസ്ട്രക്ഷൻ സെക്ടറിലോട്ടാണ് പോകുന്നത്. ഇവിടൊക്കെ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന മലയാളികളാണ്. ഈ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഈ പറയുന്ന പോലെ സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, സാധനങ്ങൾ കിട്ടുന്നില്ല, അതേപോലെ പേയ്മെൻറ്റ് കറക്റ്റ് വരുന്നില്ല. അവരെന്ത് ചെയ്യും? ഇതങ്ങ് കട്ട് ഡൗൺ ചെയ്യും. അതായത് കുറച്ച് നാളത്തേക്ക് കൺസ്ട്രക്ഷൻ അങ്ങ് നിർത്തി വെക്കും. അപ്പോഴതിനകത്തുള്ള സ്റ്റാഫുകളെയും ജോലിക്കാരെയും പിന്നെ അവർക്ക് കൊടുക്കാൻ പണമൊന്നുമില്ല, അവരെ അങ്ങ് പിരിച്ചുവിടുന്നു. 4ാമത്തെ സെക്ടർ ഈ സ്കൂളുകളാണ്. ഈ സ്കൂളുകൾ നിലനിൽക്കുന്നത് ഇതേപോലെയുള്ള മാർക്കറ്റിൽ നിന്ന് പണം വന്ന് അവരുടെ പേരൻസ് സ്കൂളുകളിൽ പണം കൊടുക്കണം, എന്നാലേ കുട്ടികളെ പഠിപ്പിക്കുകയുള്ളൂ. അത് മേടിച്ച് ടീച്ചേഴ്സിന് കൊടുക്കണം. ഇതാണിങ്ങനെ റൊട്ടീനായിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. അതായത് അവിടെയും പിന്നെ അടുത്ത് കയറി അവിടെയും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പല സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ വിഡ്രോ ചെയ്യും. മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ലോകത്ത് റിസഷൻ, അതായത് പുതിയ നൂറ്റാണ്ടിൻ്റെ റിസഷൻ എന്ന് പറയുന്ന ആദ്യം ട്രാവൽ ആൻഡ് ടൂറിസം അതിനെ കയറി ഹിറ്റ് ചെയ്യും, 2ാമത് റിയൽ എസ്റ്റേറ്റിനെ കയറി ഹിറ്റ് ചെയ്യും, 3ാമത് ബാങ്കിങ് സെക്ടറിൽ വന്നാൽ നിങ്ങൾ ആലോചിച്ചോണം, ആൾക്കാരെ ബാങ്കുകളിൽ നിന്ന് പിരിച്ചുവിടുകയാണെങ്കിൽ, അതായത് ഞാൻ കൺഫേം ചെയ്യുന്നു, എനിക്കറിയാവുന്ന പല ആൾക്കാർക്കും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലും ബഹ്റിനിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഒക്കെ അറിയാവുന്ന പല ആൾക്കാരുടെയും ജോലി പോയി. അതേപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട പല ഓഫീസുകളും അവർ പൂട്ടേണ്ടി വന്ന സംഭവം. കാരണം ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, 1.5 മാസം. ഇത് റൊട്ടീനായിട്ട് ഡെയിലി നടക്കേണ്ട സംഭവങ്ങളാണ്, നടക്കുന്നില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അപ്പം നാച്ചുറലായിട്ട് അങ്ങനെ വന്നു കഴിയുമ്പം ഈ സ്കൂളും പിന്നീട് വരുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ഷൻ വരും, അത് കഴിഞ്ഞ സ്കൂളുകൾ, ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസഷനിലോട്ട് പോവുകയാണ്. ആ റിസഷന് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വലിയൊരു ശതമാനം 10, 60 ലക്ഷം, 70 ലക്ഷം പേരുടെ ജോലിയായിരിക്കും ഈ വരാനുള്ള, അതായത് വാർ പെട്ടെന്ന് നിന്നില്ല എങ്കിൽ വരാനുള്ള 10 or 60 ദിവസം. അതായത് വീണ്ടും പറയുക, ഇത് 1 കോടി ആളുകളുടെ, കാരണം എല്ലാ രാജ്യക്കാരും കാണും, അതിലേറ്റവും കൂടുതൽ അഫക്റ്റഡ് ഇന്ത്യക്കാരാണ്. കാര്യം ഇന്ത്യക്കാരാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ജോലിയായിട്ട് ഏകദേശം 1 കോടിയിൽ പരം ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നത്. സർവീസ് സെക്ടേഴ്സിലാണ് പലയിടത്തും ജോലി ചെയ്യുന്നത്. അവരുടെ ലൈഫിനെയും അതേപോലെ തന്നെ ഇന്ത്യക്കാർ നടത്തുന്ന ബിസിനസ്, പ്രത്യേകിച്ച് മലയാളികൾ നടത്തുന്ന ബിസിനസ് ഇതിനെ പൂർണ്ണമായിട്ടും ബാധിക്കാൻ പോവുക. ഇത് ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കടകൾ നടത്തുന്ന, ഹോട്ടൽ നടത്തുന്ന, കാരണം ഞാൻ എപ്പോഴും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോകാൻ നേരത്ത് 2 ദിവസം 3 ദിവസം ദുബായിൽ വന്ന് തങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം കേരളത്തെക്കാൾ ഏറ്റവും നല്ല മലയാളി റെസ്റ്റോറൻറ്റുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ദുബായിലാണ്. അവിടെ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ, അവർ അവിടെയൊക്കെ ആഹാരം കഴിക്കാൻ പോകുന്നു. അതായത് മനസ്സിലാക്കുക, ദുബായ് മിഡിൽ ഈസ്റ്റിനെ വാറ് പെട്ടെന്ന് നിന്നില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഒരു തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ രൂക്ഷമായ പ്രശ്നത്തിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് ഇറാനെ തകർക്കണമെന്ന് പറയുന്നത്? അവർക്കവിടെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒന്നുമല്ല അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ പറയുന്ന ഇറാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ വെപ്പൺസ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് നിർത്തിയില്ല, പൂർണ്ണമായിട്ടും മാറ്റിയില്ല എങ്കിൽ ഈ രാജ്യത്തിനെല്ലാം ഭയമാണ്. അവിടെ ഇന്ത്യക്കാരുടെ ജോലിയൊന്നുമല്ല അവരുടെ പ്രശ്നം, അവരുടെ മാർക്കറ്റുമല്ല, ഓയിലുമല്ല പ്രശ്നം. ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് അവർ രണ്ടും കൽപ്പിച്ച് അമേരിക്കയുടെ കൂടെ നിൽക്കുകയാണ്, ഇറാനെ നശിപ്പിക്കണം. ആ ഒരു സ്ഥിതിയിലോട്ട് ഫർദർ ഈ വാർ എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുക, ഓരോ മലയാളിയുടെ വീട്ടിലും പ്രശ്നമുണ്ടാകും. ഇനി നമ്മൾ റെമിറ്റൻസ് എടുക്കുക, അതായത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന എത്രയാണ് ഒരു വർഷം വരുന്ന പണം,
മനസ്സിലാക്കുക, ഒരു വർഷം ഇന്ത്യയിലോട്ട് വരുന്നത്, അവിടുന്ന് വരുന്ന പണം ഏകദേശം $50 ബില്യൺ അത്രമാത്രം പണമാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. $50 ബില്യൺ എന്ന് പറയുമ്പം 5 ലക്ഷം കോടിയാണ് ഒരു വർഷം മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവിടെയുള്ളവർ ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് റെമിറ്റൻസ്, ഇന്ത്യയിലെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഫാമിലി റൺ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ അയക്കുന്നത്. അത് ഷാർപ്പായിട്ട് അത് ഏകദേശം 2 ലക്ഷം കോടിയിലോട്ട് ഇപ്പം ടച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു 60 ദിവസം കൂടെ കഴിയുമ്പോൾ അത് വീണ്ടും കുറഞ്ഞ് 1 ലക്ഷം കോടിയിൽ താഴോട്ട്. അത് ഇന്ത്യൻ എക്കോണമിയും ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഈ പണമൊന്നും ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ സ്ഥിതിയും വലിയ കഷ്ടത്തിലാകും. ഈ ഡീസലും പെട്രോളും ഗ്യാസും കിട്ടാത്തതൊന്നുമല്ല, ഈ വീടുകളൊന്നും ഓടാൻ പാടുപെടും. അതേപോലെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഓടാൻ പാടുപെടും. അതേപോലെ തന്നെ കേരളത്തിലെ പല കടകളും, അതായത് ഷോപ്പുകളും ഷോപ്പിംഗ് മാളുകളും അത് റൺ ചെയ്യാൻ പാടുപെടും. അതായത് കേരളവും വലിയ ക്രൈസിസിലോട്ട് പോവുകയാണ്. ഈ വാർ എത്രയും പെട്ടെന്ന് നിന്നില്ല എങ്കിൽ അവിടെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുമ്പം ഡയറക്റ്റ്ലി അത് കേരളത്തെ ഹിറ്റ് ചെയ്യും. കേരളത്തിൻ്റെ എക്കോണമി ഡീറയില്ല. കാരണം ഈ എക്കോണമി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൻ്റെ ഡെയിലി ലൈഫും അതിൻ്റെ സ്റ്റൈലും കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഈ പറയുന്ന വാർ എന്ന് പറയുന്നത് ദുരന്തവും ദുരിതമാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർ ആ വാറിനൊരു റിസൾട്ട് ഉണ്ടാകുന്നതും വരെ അവരത് വെയിറ്റ് ചെയ്യും. ഈ പറയുന്ന ഇറാനിയൻ മിസൈലും ഡ്രോൺസ് എന്ത് വന്നാലും അവർക്കത്, കാരണം അവർക്ക് മുന്നോട്ട് പോയേ മതിയാവത്തുള്ളൂ. ഇതേപോലെ പൊട്ടൻഷ്യൽ ത്രെട്ടും ബ്ലാക്ക് മെയിലും ചെയ്യുന്ന ഇറാൻ നശിക്കുകയല്ലാതെ ഈ രാജ്യങ്ങൾക്ക് സേഫ്റ്റി ഇല്ല. അത് തന്നെയാണ് അതിൻ്റെ പുറകിലുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെയാണ് അവർ ശത്രുവായിരുന്ന ഇസ്രായേലിൻ്റെ കാലെ പിടിച്ച് അവിടുത്തെ പട്ടാളക്കാരെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഡേവിഡ് സ്ലീക്ക് ആണെങ്കിലും അയൺ ഡോം ആണെങ്കിലും മറ്റുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടുവന്ന് ഇസ്രായേലി പട്ടാളക്കാരെയും അമേരിക്കയുടെയും കാല് പിടിച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടി നോക്കുക. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന ഇന്നത്തെ വാർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് ഇന്ത്യക്കും ഈ പറയുന്ന മലയാളം. ഗ്ലോബലായിട്ട് ഓയിലിന് പ്രശ്നമുണ്ടായിട്ട് ഓയിൽ ഷോക്ക് തന്നെയാണ്. ജപ്പാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ടായിട്ട്. പക്ഷേ ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ മലയാളികളെ, അതായത് സാധാരണക്കാരിലെ എല്ലാ മലയാളികളെയും ഈ ഗൾഫ് മേഖലയിൽ നടക്കുന്ന യുദ്ധം ഓരോരുത്തരുടെ ലൈഫിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ കോവിഡ് വന്ന സമയത്ത് ചിലപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യം മലയാളത്തിലായിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇത് ഈ കോവിഡ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഓരോ ഇന്ത്യക്കാരനെയും, കാരണം ചൈന തുടങ്ങിയതേ ഉള്ളൂ, ബാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. അതായത് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഓരോ മലയാളിയും, ലോകത്തോടെ എല്ലാ മലയാളികളെയും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മലയാളികളെ, അവൻ്റെ സാമ്പത്തികം, അവൻ്റെ ലൈഫ് സ്റ്റൈൽ, അവൻ്റെ കുട്ടികളുടെ പഠനം തീർച്ചയായിട്ടും ബാധിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.